Hi guys, welcome to my new video. I am Dr. Cheryl. നമുക്ക് acne spotsനെ കുറിച്ച് സംസാരിക്കാം. And guys, please do subscribe to my channel for more skincare videos, makeup videos and travel vlogs. And thank you for subscribing. So acne spots. നമുക്ക് ഈ acne spots എന്തുകൊണ്ട് ഉണ്ടാകുന്നുവെന്നും അത് നമുക്ക് എങ്ങനെ പ്രിവെന്റ് ചെയ്യാമെന്നും ഇനി അഥവാ ഉണ്ടെങ്കിൽ നമുക്ക് അത് എങ്ങനെ അത് റിമൂവ് ചെയ്യാമെന്നും നമുക്ക് മനസ്സിലാക്കാം. ബിക്കോസ് നമ്മുടെ സ്കിന്നിൽ ഒരു പിമ്പിൾ വരുമ്പോൾ ആ സമയത്തുള്ളതിനേക്കാളും നമുക്ക് ബുദ്ധിമുട്ടാണ് അതൊരു സ്കാർ അല്ലെങ്കിൽ ഒരു മാർക്ക് ലീവ് ചെയ്ത് പോകുമ്പോൾ. ബിക്കോസ് നമ്മുടെ സ്കിൻ ടോൺ വളരെ അൺഈവൺ ആക്കും മാർക്സ്. സോ നൗ നമുക്ക് നമ്മുടെ സ്കിന്നിൽ ഒരു ട്രോമ, അതായത് ഒരു മുറിവ് അല്ലെങ്കിൽ ഒരു പിമ്പിൾ വരുമ്പോൾ ഉണ്ടാവുന്നത് അത് ഹീൽ ചെയ്യുന്ന സമയത്ത് നമ്മുടെ സ്കിന്നിലുള്ള മെലനോസൈറ്റ് എന്ന് പറഞ്ഞ സെൽസിനെ സ്റ്റിമുലേറ്റ് ചെയ്തിട്ട് അതിനകത്തുനിന്ന് മെലനിൻ റിലീസ് ചെയ്യും. സോ അങ്ങനെയാണ് നമുക്ക് ഈ പിഗ്മെന്റേഷൻ വരുന്നത്. ഈ പിഗ്മെന്റേഷൻ ചില ആളുകളിൽ വളരെ പ്രോമിനന്റ് ആയിട്ട് വരാനായിട്ടുള്ള ടെൻഡൻസി ഉള്ള ആളുകളും ഉണ്ട്. സോ നമുക്ക് ഇതെങ്ങനെ പ്രിവെന്റ് ചെയ്യാം എന്നുള്ളതാണ്. സോ ദ ഫസ്റ്റ് തിങ് ഇസ് നമുക്കൊരു പിമ്പിൾ വന്നു കഴിഞ്ഞാൽ നമ്മളത് എങ്ങനെയെങ്കിലും എത്രയും പെട്ടെന്ന് നമ്മുടെ സ്കിന്നിൽ നിന്ന് റിമൂവ് ചെയ്യുക എന്നുള്ളതാണ്. സോ അത് എങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞു തരാം. സോ ഈ പിമ്പിളിനെ നമ്മൾ ഇറിറ്റേറ്റ് ചെയ്യാനോ പോപ്പ് ചെയ്യാനോ ഒന്നും ചെയ്യാൻ പാടില്ല. ദ സെക്കൻഡ് തിങ് ഇസ് നമ്മൾ ഡയറക്റ്റ് ആയിട്ടുള്ള സൺറൈസ് എക്സ്പോഷർ കുറയ്ക്കണം. രാവിലെ ഒരു 11 മണി തൊട്ട് വൈകിട്ട് 5 മണി വരെ ഉള്ള വെയിൽ മാക്സിമം നമ്മൾ അവോയ്ഡ് ചെയ്യാം. ബിക്കോസ് ഇത് ടാനിങ് മാത്രമല്ല, ഈ പെർട്ടിക്കുലർ ആക്നി ഉള്ള ഏരിയാസ് ഹൈപ്പർ പിഗ്മെന്റേഷൻ ഉണ്ടാകാനായിട്ടുള്ള ചാൻസും ഉണ്ട്. അഗൈൻ നമ്മൾ ഈ സൺലൈറ്റിനെ കുറിച്ച് പറയുമ്പോൾ നമ്മളൊരു സൺസ്ക്രീൻ ഒരു ഡെയിലി വെയർ ആയിട്ട് നമ്മൾ യൂസ് ചെയ്യണം. എസ്പെഷ്യലി ഈ പിമ്പിൾ വരുന്ന ആളുകളിൽ സൺസ്ക്രീൻ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഐ എം നോട്ട് സെയിങ് ബാക്കിയുള്ളവർ യൂസ് ചെയ്യണം, അത് എല്ലാവരും യൂസ് ചെയ്യണം. ബട്ട് പിമ്പിൾ വരുന്ന ആൾ ഡെഫിനറ്റ്ലി യൂസ് ചെയ്തിരിക്കണം. നമ്മൾ ഡാർക്ക് സ്പോട്ട്സ് പിമ്പിൾ വരുന്ന ഏരിയയിൽ വരാതിരിക്കാൻ വേണ്ടി എടുക്കേണ്ട കുറച്ച് പ്രിക്കോഷൻസ് ഉണ്ട്. അതിനകത്ത് ഫസ്റ്റ് തിങ് ആണ് നമ്മൾ ഈ പിമ്പിളിനെ ഇറിറ്റേറ്റ് ചെയ്യാതിരിക്കുക. അതിനെ പ്രസ് ചെയ്യുക, ഈ സ്ക്രാച്ച് ചെയ്യുക, അതേപോലെ തന്നെ പോപ്പ് ചെയ്യുക, ഇതൊന്നും ചെയ്യാതിരിക്കുക. ദ സെക്കൻഡ് തിങ് ഇസ് നമ്മൾ ഈ ഹാഷ് ആയിട്ടുള്ള പീൽസ് ഇപ്പം ഭയങ്കര അവൈലബിൾ ആണ് മാർക്കറ്റിൽ. AHA BHA പീൽസ് എന്നൊക്കെ പറഞ്ഞ് അവൈലബിൾ ആണ്. നമുക്കത് വീട്ടിൽ ചെയ്യാവുന്നതാണ്. ഇറ്റ്സ് ബെറ്റർ ടു നോട്ട് യൂസ് ഇറ്റ് അറ്റ് ഹോം, എസ്പെഷ്യലി വെൻ യു ഹാവ് ആക്നി പ്രോൺ സ്കിൻ. അതുപോലെ ദ തേർഡ് തിങ് ഇസ് നമ്മൾ വീട്ടിൽ ഹാഷ് ആയിട്ടുള്ള സ്ക്രബ്സ്, എസ്പെഷ്യലി ഫിസിക്കൽ സ്ക്രബ്സ് എന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത് നമ്മുടെ ഈ ഒരു സ്ക്രബ് എന്ന് പറഞ്ഞ് കിട്ടുന്ന ആ ലോഷൻ പോലത്തെ സാധനത്തിൽ ഗ്രാന്യൂൾസ് കാണും. അതിങ്ങനെ ഒരഞ്ഞൊരഞ്ഞാണ് നമുക്ക് ഈ സ്ക്രബ് എഫക്റ്റ് കിട്ടുന്നത്. സോ അത് മാക്സിമം നമ്മൾ യൂസ് ചെയ്യാതിരിക്കുക. ഫിസിക്കൽ സ്ക്രബ്സ് നമുക്ക് ഈ മുറിവുകൾ ഉണ്ടാക്കും, ചെറിയ മുറിവുകൾ നമ്മുടെ സ്കിന്നിൽ ഉണ്ടാക്കിയിട്ട് അത് ഹീൽ ചെയ്യുമ്പോൾ അഗൈൻ അവിടെ ഡാർക്ക് സ്പോട്ട്സും ഡാർക്ക് പിഗ്മെന്റേഷനും ഒക്കെ വരും. സോ അബൌട്ട് ദ പ്രോഡക്റ്റ് റെക്കമെൻഡേഷൻസ്, നമുക്ക് പ്രോഡക്റ്റ് റെക്കമെൻഡേഷൻസ് പറയണമെങ്കിൽ നമ്മൾ ഈ ആക്നി സ്പോട്ട്സ് അല്ലെങ്കിൽ ആക്നി ഡാർക്ക് സ്പോട്ട്സ് ഉള്ള ആളുകൾ ഒരു 3-4 കാറ്റഗറി ആയിട്ട് ഡിവൈഡ് ചെയ്യേണ്ടി വരും. ആക്റ്റീവായിട്ട്, അതായത് പിമ്പിൾസ് ഇപ്പോഴും ഉണ്ട്, പക്ഷെ ഓൾഡ് പിമ്പിൾസിന്റെ സ്കാറും അല്ലെങ്കിൽ സ്പോട്ട്സും ഉണ്ട്. അങ്ങനെയുള്ള ആളുകൾ നമ്മൾ എപ്പോഴും യൂസ് ചെയ്യേണ്ടത് അസിലൈക് ആസിഡ് കണ്ടെയ്നിങ് ക്രീംസ് ആണ്. അതിന്റെ പ്രോഡക്റ്റ് റെക്കമെൻഡേഷൻ ഞാൻ താഴെ കൊടുത്തേക്കാം. അതേപോലെ തന്നെ രാത്രി അഡാപ്പലൻ യൂസ് ചെയ്യുന്നതും വളരെ നല്ലതാണ്. നൗ ആക്റ്റീവ് ആക്നി ഇല്ല, പക്ഷേ ഡാർക്ക് സ്പോട്ട്സ് മാത്രം, അങ്ങനെയുള്ളവരിൽ നമ്മൾ ആർബ്യൂട്ടിനിൻ, നിയാസിനമൈഡ്, ഗ്ലൈക്കോളിക് ആസിഡ് അങ്ങനത്തെയൊക്കെ കോൺസ്റ്റുവൻസ് ഉള്ള ക്രീംസ് ആണ് യൂസ് ചെയ്യേണ്ടത്. ഈ ആളുകളെ നമുക്ക് ഡ്രൈ സ്കിൻ ഉള്ളവർ, ഓയിലി സ്കിൻ ഉള്ളവർ, അതേപോലെ സെൻസിറ്റീവ് സ്കിൻ ഉള്ളവർ, ഇങ്ങനെ നമ്മൾ കാറ്റഗറൈസ് ചെയ്ത് കഴിഞ്ഞാൽ ഡ്രൈ സ്കിൻ ഉണ്ട്, ആക്റ്റീവ് ആക്നി ഇല്ല, അതേസമയം ഡാർക്ക് സ്പോട്ട്സ് ഉണ്ട്, അങ്ങനെയുള്ള ആളുകളിൽ നമ്മൾ യൂസ് ചെയ്യേണ്ടത് നിയാസിനമൈഡ് കണ്ടെയ്നിങ് ക്രീംസ് ആണ്. ബിക്കോസ് നിയാസിനമൈഡ് കുറച്ചൊരു മോയ്സ്ചറൈസിങ് എഫക്റ്റ് ഉള്ളതാണ്, സ്കിന്നിനെ ഡ്രൈ ഔട്ട് ചെയ്യില്ല. അഗൈൻ ഞാൻ എൻ്റെ ഡിസ്ക്രിപ്ഷനിൽ പ്രോഡക്റ്റ് റെക്കമെൻഡേഷൻ കൊടുക്കാം. ആൻഡ് ഗൈസ്, എൻ്റെ പ്രോഡക്റ്റ് റെക്കമെൻഡേഷൻസ് എല്ലാം വളരെ ജെന്വിൻ ആയിട്ടുള്ള റെക്കമെൻഡേഷൻസ് ആണ്. ഐ എം നോട്ട് പ്രൊമോട്ടിങ് എനി സിംഗിൾ ബ്രാൻഡ്. പിന്നെ ദ നെക്സ്റ്റ് തിങ് ഇസ് നമ്മൾ അഗൈൻ ആക്നി സ്പോട്ട്സ് ഉണ്ട്, ബട്ട് ദർ ആർ നോ ആക്റ്റീവ് ആക്നി, പക്ഷേ യു ഹാവ് ഓയിലി സ്കിൻ. അങ്ങനെയുള്ളപ്പോൾ നമുക്ക് റെറ്റിനോൾ കണ്ടെയ്നിങ് ക്രീംസ് ആണ് ഏറ്റവും നല്ലത്. എഗൈൻ അത് ഞാൻ പ്രോഡക്റ്റ് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. നൗ ദ തേർഡ് കാറ്റഗറി സെൻസിറ്റീവ് സ്കിൻ ഉള്ള ആളുകൾ വിത്ത് നോ ആക്റ്റീവ് ആക്നി പക്ഷേ സ്കാറിംഗ് ഓർ പിഗ്മെന്റേഷൻ, അവർക്ക് നമുക്ക് പ്യോർ ഗ്ലൈക്കോളിക് ആസിഡ് മാത്രമുള്ള ക്രീംസ് ആണ് ഏറ്റവും നല്ലത്. നൗ നമുക്ക് ഒരു ഡെർമറ്റോളജി ക്ലിനിക്കിൽ വന്നു കഴിഞ്ഞാലുള്ള ഓപ്ഷൻസ് എന്താണെന്ന് അറിയണമെങ്കിൽ നമുക്ക് 2 മെയിൻ ഓപ്ഷൻസ് ആണുള്ളത്. ആസ് ഫോർ ഓൾ പിഗ്മെന്റേഷൻ ഇഷ്യൂസ്, കെമിക്കൽ പീൽസ്. നമുക്ക് കെമിക്കൽ പീൽസ് ഈ സ്പോട്ട് കറക്ഷൻ ആയിട്ട് യൂസ് ചെയ്യാം. അത് പക്ഷേ ഒരു 3 to 4 സെഷൻസ് വേണ്ടി വരും. അതേപോലെ തന്നെ നമുക്ക് ND യാഗ്ലൈസറും യൂസ് ചെയ്യാം. അതും നമുക്കൊരു 3 to 4 സെഷൻസ് എന്തായാലും വേണ്ടി വരും. പിന്നുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്, നമ്മൾ ഈ ട്രീറ്റ്മെന്റ്സ് അല്ലെങ്കിൽ ക്രീംസ് ഒക്കെ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു റെഗുലർ ബേസിസിൽ യൂസ് ചെയ്യുമ്പോൾ എത്ര നാളെടുക്കും ഈ ആക്നി സ്കാർ അല്ലെങ്കിൽ സ്പോട്ട്സ് ഫെയ്ഡ് ചെയ്യാൻ? സോ ഈ ആക്നി സ്പോട്ട്സ് ഫെയ്ഡ് ചെയ്യണമെങ്കിൽ നമുക്ക് ഒരു ഉദ്ദേശം നമ്മൾ പറയുന്ന ഒരു 6 to 8 വീക്സ് ആണ് കംപ്ലീറ്റ്ലി മാറാനായിട്ട്.
പിന്നെ അത് ഡിപ്പെൻഡ് ചെയ്യും. നമുക്ക് നമ്മുടെ സ്കിൻ കളർ കുറച്ച് ഡാർക്കർ ആണെങ്കിൽ ഡെഫിനറ്റ്ലി പിഗ്മെന്റേഷൻ വന്നാൽ അത് റിവേഴ്സ് ചെയ്യാൻ കുറച്ചുകൂടെ ടൈം എടുക്കും. അതേപോലെ തന്നെ നമ്മൾ ആ പിമ്പിളിനെ ഈ സ്ക്രാച്ച് ചെയ്ത് പോപ്പ് ചെയ്തൊക്കെയാണ് അത് ഫൈനലി ഹീൽ ചെയ്തതെങ്കിൽ അഗൈൻ അത് ടൈം എടുക്കും മാറാനായിട്ട്. അതേപോലെ തന്നെ നല്ല സൺ എക്സ്പോഷർ ഉള്ള ആളുകളിലും നല്ല ഓൾറെഡി ടാനിങ് ഉണ്ടായിരുന്ന സ്കിന്നിൽ ഈ പിഗ്മെന്റേഷനും കൂടെ വരുന്ന അങ്ങനത്തെ ആളുകളിലും നമുക്ക് കുറച്ചുകൂടെ, അതായത് 6 to 8 weeks എന്ന് പറയുന്നത് കുറച്ചുകൂടെ അങ്ങോട്ട് എടുക്കാം പിഗ്മെന്റേഷൻ മാറി വരാനായിട്ട്. സോ ഗൈസ്, പ്രിക്കോഷൻസ് ഞാൻ പറയുന്നത് സൺലൈറ്റ് എക്സ്പോഷർ കുറയ്ക്കുക, ആക്നി വന്നാൽ എത്രയും പെട്ടെന്ന് അതിനെ ഒന്ന് കാം ചെയ്ത് ഹീൽ ചെയ്യുക എന്നുള്ളതാണ്. അല്ലാതെ ഡോണ്ട് പിക്ക് ആൻഡ് പോപ്പ് ഇറ്റ്. അതേപോലെ തന്നെ നമ്മൾ ഡെയിലി ഒരു സൺസ്ക്രീൻ യൂസ് ചെയ്യണം. പിന്നെ ഞാൻ പറഞ്ഞില്ലേ പ്രോഡക്റ്റ് റെക്കമെൻഡേഷൻസ് അക്കോർഡിംഗ് ടു ദ സ്കിൻ ടൈപ്പ് ആൻഡ് വെദർ യു ഹാവ് ആക്റ്റീവ് ആക്നി എന്നുള്ളത് ഞാൻ കറക്റ്റായിട്ട് റെക്കമെൻഡേഷൻ വിത്ത് ദ ലിങ്ക് ടു ദ പ്രോഡക്ട്സ് എൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ ഇട്ടേക്കാം. സോ ഐ ഹോപ്പ് യു ഗൈസ് ഓൾ ലൈക്ഡ് മൈ വീഡിയോ on how to treat or what are your options for pigmentation post getting pimples. So I hope you all liked my video, and please subscribe to my channel for more videos like this. I'll be back with new video. Bye.